ആ സ്കോർ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു സേ ഇസ് നമ്മൾ എൻട്രിയിൽ ഒരു 5 day ഫ്രീ മാറ്റ് ട്രെയിനിങ് സെഷൻസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എക്സാംസിനെ അപേക്ഷിച്ച് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കാറ്റിൻ്റെ കേസ് ആണെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, സാറ്റും വർഷത്തിൽ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് വേ ഓഫ് കണ്ടക്ടിങ് ദ ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് രണ്ടും. നമ്മൾ സെൻറ്ററിൽ പോയിട്ട് അലോക്കേറ്റഡ് സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുന്ന പരിപാടിയാണ് കാറ്റിനും സാറ്റിനും നടക്കുന്നത്. ഇപ്പോൾ കെ മാറ്റിൻ്റെ കേസ് ആണെങ്കിൽ വർഷത്തിൽ 2 തവണ കെ മാറ്റ് നടത്തും. 2 ഫേസ് ഉണ്ട്. ഓക്കെ, ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു എൻട്രി MBA എക്സാംസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് മാറ്റിൻ്റെ ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നോട്ടിഫിക്കേഷൻ കുറച്ച് മുന്നേ ഓൾറെഡി വന്നതാണ്. നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ഡിസംബറിൽ നടന്ന മാറ്റിൻ്റെ നോട്ടിഫിക്കേഷനും അതുപോലെ ഡീറ്റെയിൽസും എല്ലാം ഓൾറെഡി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫെബ്രുവരിയിൽ നടക്കുന്ന മാറ്റ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായ ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത്, നമുക്കറിയാം മാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാറ്റ് അല്ലെങ്കിൽ സാറ്റ് പോലുള്ള എക്സാമിൻ്റെ അത്രയും ഡിഫിക്കൽട്ടുള്ള ഒരു എക്സാം അല്ല. കാറ്റും സാറ്റും നോക്കുന്ന കേസസിൽ അതൊരു പ്യുവർ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് എക്സാം ആണ്. അതായത് അവിടെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വർഷം 2023 നടന്ന കാറ്റ് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2024 MBA ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുന്ന മാറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാറ്റ് എക്സാം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 800+ ബിസിനസ് സ്കൂളുകൾ ഓൾ ഓവർ ഇന്ത്യ മാറ്റിൻ്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റ് എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ഫീ, ദെൻ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എക്സാമിനേഷൻസ്, എന്നൊക്കെയാണ് ഡേറ്റ്, അതുപോലെ തന്നെ മുതലായ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മാറ്റ് എക്സാം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഐമയാണ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം പൊതുവേ 2-3 തരത്തിലുള്ള മാനേജ്മെൻറ്റ് എക്സാംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ബോഡീസ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറ്റ് നടത്തുന്നത് IIMs ആണ്. ഓക്കെ, അതുപോലെ തന്നെ CMAT നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ KMAT ആണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഇനി ഇത് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന എക്സാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ്റ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്നാപ്പ് എടുക്കുവാണെങ്കിൽ, ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഒരു എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നടത്തുന്ന എക്സാംസ് ആണ്. ഇത് കൂടാതെ അസോസിയേഷൻസ് നടത്തുന്ന, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ബോഡി നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ഈ മാറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഒരു ബോഡി കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗവൺമെൻറ് അപ്രൂവ്ഡ്. ആക്ച്വലി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ടെസ്റ്റ് ഫോർ മാനേജ്മെൻറ്റ് എൻട്രൻസ് ആണ് മാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ കാറ്റഗറിയിൽ വരുത്തുന്ന വേറൊരു എക്സാമാണ് ഇപ്പോൾ NMAT കേസ്. ഇപ്പോൾ NMAT നടത്തുന്നത് GMAC ആണ്. ഓക്കെ, ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ് NMAT നടത്തിപ്പ് ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നത്. അപ്പോൾ അതൊരു ബോഡി നടത്തുന്ന എക്സാമാണ്. അപ്പോൾ മാറ്റ് ആ ഒരു കാറ്റഗറിയിൽ വരും. ഇനി കുറേയധികം കോളേജസ് ഈ ഒരു പർട്ടിക്കുലർ മാറ്റിൻ്റെ സ്കോർ MBA അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് പല കാറ്റ് സ്കോർ ഇല്ലാത്തവർക്ക് ഈ മാറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ആണ്. ഓക്കെ, ഒരു കൊല്ലത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2024 നമുക്ക് MBA ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസംബറിലെ മാറ്റിന് നിങ്ങൾക്ക് ഒരു വാലിഡ് സ്കോർ വേണം, അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ മാറ്റ്, അതും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് മെയ്യിലായിരിക്കും, ആ ഒരു മാറ്റിന് നിങ്ങൾക്കൊരു വാലിഡ് സ്കോർ വേണം. ഓക്കെ, എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് വരുന്ന എക്സാം. അതുകൂടാതെ സെപ്റ്റംബർ സ്കോർ കൺസിഡർ ചെയ്യുന്നത് കോളേജസ് വളരെ ചുരുക്കമായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി അഡ്മിഷൻസ് പല കോളേജുകളിലും ഒരു ജൂൺ തൊട്ട് ഒരു സെപ്റ്റംബർ സ്റ്റാർട്ടിങ് വരെയൊക്കെ ആയിരിക്കും മെയിനായിട്ടും നടക്കുക, നല്ല കോളേജുകളിലെല്ലാം. അതിനുശേഷം പിന്നെ ബാക്കി വരുന്ന സീറ്റ്സിലായിരിക്കും നമുക്ക് സെപ്റ്റംബറിൽ നടക്കുന്ന മാറ്റിൻ്റെ സ്കോറിൻ്റെ ആക്സെപ്റ്റൻസ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസിക് സിമ്പിളാണ്. ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. ഏത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു മിനിമം 3 year വരുന്ന ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഓൾറെഡി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗിവൺ ദാറ്റ് നിങ്ങൾ MBAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ ആ ഒരു യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ക്രൈറ്റീരിയ, അതായത് ആ ഒരു മാർക്ക്, ഇപ്പോൾ ഒരു കോളേജിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ആയിരിക്കുമല്ലോ എല്ലാ കോളേജുകളും, അപ്പോൾ അവർ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ മാറ്റ് എഴുതാനായിട്ട് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആളായാലും മതി. ആൻഡ് ദർ ഇസ് നോ ഏജ് റെസ്ട്രിക്ഷൻ
ആസ് യൂഷ്വൽ ഫോർ മെജോറിറ്റി ഓഫ് ദി MBA എക്സാമിനേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിന് നമുക്കിവിടെ 5 സെക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കാറ്റ് പോലെ 3 സെക്ഷൻ അല്ല, ഇവിടെ 5 സെക്ഷൻ വരുന്നുണ്ട്. 5 സെക്ഷൻസിൽ നമുക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, അതായത് നമ്മുടെ വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഇംഗ്ലീഷാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇൻ്റലിജൻസ് ആൻഡ് ക്രിട്ടിക്കൽ റീസണിങ്, അതായത് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു സൈഡ് ആയിട്ട് വരും. അവിടെ ചോദിക്കുന്ന ഇപ്പോൾ CMAT അല്ലെങ്കിൽ KMAT ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതുകൂടാതെ മാത്തമാറ്റിക്കൽ സ്കിൽസ് വരുന്നുണ്ട്, വിച്ച് ഇസ് ബേസിക്കലി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ദെൻ വി ഹാവ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഡേറ്റ സഫിഷ്യൻസി. ഇപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു വകഭേദം. ഓക്കെ, ഡേറ്റ വെച്ചിട്ടുള്ള കളികളായിരിക്കും, പ്ലസ് ഡേറ്റ സഫിഷ്യൻസിയും വരുന്നുണ്ട്. ആൻഡ് ഫൈനലി വി ഹാവ് ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ എൻവയറൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് 5 സെക്ഷൻസ് ആണ് നമുക്ക് എക്സാംസിന് വരിക. ഇനി ടോട്ടൽ മിനിറ്റ് നോക്കുകയാണെങ്കിൽ 150 മിനിറ്റാണ്, അതായത് ഏകദേശം ഒരു 2.5 മണിക്കൂർ സമയം നമുക്കിവിടെ കിട്ടും. 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്. ദർ ഇസ് സെക്ഷണൽ വൈസ് ടൈം ലിമിറ്റ്, ആ ഒരു ഓരോ സെക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 40 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ സെക്ഷൻസിനും, അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ്. ആൻഡ് ടൈം ലിമിറ്റ് ഫോർ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് കൂടാതെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മോഡാണ്. അപ്പോൾ ബാക്കിയുള്ള എക്സാംസിനെ അപേക്ഷിച്ച് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ കാറ്റിൻ്റെ കേസ് ആണെങ്കിൽ വർഷത്തിൽ 1 തവണ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, സാറ്റും വർഷത്തിൽ 1 തവണ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രീഡിഫൈൻഡ് വേ ഓഫ് കണ്ടക്ടിങ് ദ ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് രണ്ടും. നമ്മൾ സെൻറ്ററിൽ പോയിട്ട് അലോക്കേറ്റഡ് സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുന്ന പരിപാടിയാണ് കാറ്റിനും സാറ്റിനും നടക്കുന്നത്. ഇപ്പോൾ KMAT കേസ് ആണെങ്കിൽ വർഷത്തിൽ 2 തവണ KMAT നടത്തും. 2 ഫേസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ, പക്ഷേ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്റ്ററിങ് KMAT എന്ന് പറയുന്നത് ഫെബ്രുവരി 9th ആണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കേരളത്തിലെ ബിസിനസ് സ്കൂളുകളിലെ അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമാണ് KMAT എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് സീസൺ 2 വരുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് ടൈമിലായിരിക്കും. പക്ഷേ ആ ഒരു എക്സാമും അഡ്മിഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ബിസിനസ് സ്കൂളുകളുടെ അഡ്മിഷൻസ് എല്ലാം ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ കാറ്റിന് വാലിഡ് സ്കോർ വേണം, അല്ലെങ്കിൽ CMATന് വാലിഡ് സ്കോർ വേണം, വിച്ച് ഇസ് യെറ്റ് ടു ഹാപ്പൻ. നടന്നിട്ടില്ല, ഡേറ്റ് പോലും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇനി വരുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ. ഇതുകൂടാതെ KMATൻ്റെ സ്കോർ ഇനി ചില കോളേജുകളിൽ ഇപ്പോൾ CUTയുടെ സ്കോറും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ KMAT സീസൺ 2 അപ്പോഴും നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KMAT സീസൺ 1 ഏറ്റവും ബെസ്റ്റ് ബിസിനസ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ KMAT സീസൺ 1 ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത്. എനിവേ, അപ്പോൾ KMATൻ്റെ കേസിലാണെങ്കിൽ 2 ടൈമാണ്, ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാം നടക്കുക. ആൻഡ് ദാറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അപ്പോൾ അവിടെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ ഇവിടെ മാറ്റിൻ്റെ കേസിൽ നമുക്ക് പല മോഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് റിമോട്ട് പ്രോക്ടേർഡ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റാണ്, IBT എന്ന് പറയും. അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ടെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ റിമോട്ട്ലി പ്രോക്ടേർഡ് ആയിരിക്കും അത്. അതായത് നമ്മുടെ സിസ്റ്റത്തിന് അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം, ക്യാമറ, മൈക്രോഫോൺ, ഈ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് IBT എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്, കൺവെൻഷണൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്, പഴയ ഒരു മോഡലിൽ. ദെൻ വി ഹാവ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ടെസ്റ്റ് എടുക്കുക. ഇത് 3 മെയിനായിട്ടുള്ള 3 മോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകൾ എടുക്കാം, അതായത് 2 ടെസ്റ്റ് വരെ എടുക്കാം. ഒരു ടെസ്റ്റ് മാത്രമല്ല, 2 ടെസ്റ്റ് എടുക്കാം. ആ ടെസ്റ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് പലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കൂടെ ഒരു IBT കൂടെ എടുക്കണമെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് എടുക്കാം. അതല്ല 2 IBT ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതും അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റും പ്ലസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും എടുക്കാം. അങ്ങനെ 2 തവണ, അതായത് ഈ ഒരു ഫേസിൽ തന്നെ നിങ്ങൾക്ക് 2 തവണ എക്സാം എടുക്കാം. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ ഫീ പേ ചെയ്യണം, അഡീഷണൽ ഫീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് mat.ima.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഫീ പേയ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ് യൂസിങ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI ഓർ Paytm വാലറ്റ്. ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കില്ല, കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കഴിഞ്ഞ ഒരാഴ്ച. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ Paytm വാലറ്റ് ചിലപ്പോൾ വർക്ക് ആവില്ല. സോ UPI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇനി മോഡ് ഓഫ് ദി എക്സാമിനേഷനിൽ ബേസിസിൽ നമുക്ക് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഏത് മോഡ് എടുത്താലും, പേപ്പർ ബേസ്ഡ് ആണെങ്കിലും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും, നമുക്ക് ഫീ വരുന്നത് ഒരൊറ്റ എക്സാമാണ് നിങ്ങൾ എഴുതുന്നുള്ളെങ്കിൽ ഇറ്റ് ഇസ് 2100. ഇനി അതല്ല നിങ്ങൾ 2 മോഡിൽ നിങ്ങൾ 2 തവണ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് ഓഫ് ദി
എന്താ പറയുക ബെസ്റ്റ് ഓഫ് ദി 2 ആയിരിക്കും സ്കോർ ഔട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 മോഡായിട്ട് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഒന്നുകിൽ രണ്ടും IBT എക്സാം ചെയ്യാം, അല്ലെങ്കിൽ ഒരു IBT പ്ലസ് BBT ചെയ്യാം, അല്ലെങ്കിൽ IBT പ്ലസ് CBT, അല്ലെങ്കിൽ CBT പ്ലസ് IBT, ഏത് മോഡാണെങ്കിലും അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3,300 rupees ആണ്. ഓക്കെ, ഇനി ലുക്കിംഗ് അറ്റ് ദി എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് വി നീഡ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് വേണ്ടത് ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫ് വേണം, സ്കാൻഡ് ഇമേജ്, അതുപോലെ തന്നെ ഒരു വാലിഡ് ഇമെയിൽ ID വേണം ഇത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. നമ്മൾ KMAT പറഞ്ഞ പോലെ തന്നെ ദെൻ സ്കാൻഡ് ഇമേജ് ഓഫ് ദി സിഗ്നേച്ചർ പ്ലസ് യു ഷുഡ് ഹാവ് ദ പേയ്മെൻറ്റ് ഫെസിലിറ്റി, അതായത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് വേണം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ സ്കെഡ്യൂൾ, അപ്പോൾ IBTയുടെ കേസിലാണെങ്കിൽ അത് രജിസ്ട്രേഷൻ അനുസരിച്ച്, അപ്പോൾ ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്, ആ രജിസ്ട്രേഷൻ അനുസരിച്ച് അത് ഡിഫറെൻറ്റ് സ്ലോട്ട്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള മോഡ് ഓഫ് എക്സാംസിൻ്റെ ബാക്കി 2 മോഡിൻ്റെയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് PBTയുടെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 20 February, ഓക്കെ, ട്യൂസ്ഡേ ആണ്. ആൻഡ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 22 February തൊട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആൻഡ് എക്സാംസ് 25 February തൊട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇഫ് യു ആർ ഹാവിങ് എ പ്ലാൻ ടു റൈറ്റ് MBA ദിസ് ഇയർ ആൻഡ് മാറ്റ് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 5th March വരെ നിങ്ങൾക്ക് ഡെഡ് ലൈൻ വരുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ആൻഡ് 8th March തൊട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആൻഡ് 10th March തൊട്ടായിരിക്കും നമ്മുടെ എക്സാം. 10th March എക്സാം വരുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു സേ ഈസ് നമ്മൾ എൻട്രിയിൽ ഒരു 5 day ഫ്രീ മാറ്റ് ട്രെയിനിങ് സെഷൻസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റ് ട്രെയിനിങ് സെഷൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു ഗൂഗിൾ ഫോമിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് 5 day ഫ്രീ മാറ്റ് ട്രെയിനിങ് പ്രോഗ്രാം, യു ക്യാൻ രജിസ്റ്റർ യുവർ സെൽഫ്. ഞാൻ ഉൾപ്പെടുന്ന എൻട്രിയിലെ ഫാക്കൽറ്റീസ് ആയിരിക്കും ഈ ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IIM ക്ലിയർഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവും. ഈ സെഷൻ്റെ കൂടെ നിങ്ങൾക്കൊരു പവർ പാക്ക് ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. ആ ഒരു ടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്ക് നമ്മൾ എൻട്രിയുടെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്ലസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വിൽ ഓൾസോ പ്രൊവൈഡ് എ സർട്ടിഫിക്കേഷൻ ആസ് വെൽ. ഓക്കെ, പ്ലസ് നൗ കമ്മിങ് ടു ദി അതർ ഡീറ്റെയിൽസ്, അഡ്മിറ്റ് കാർഡ് പ്രൊവിഷണലി ക്വാളിഫൈഡ്, അതായത് നിങ്ങൾ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിന്ന് പറഞ്ഞ ഡേറ്റിനുള്ളിൽ, ഇപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ മോഡ് ഓഫ് ടെസ്റ്റിനും പല പല ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡേറ്റിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ എന്താ പറയുക അഡ്മിറ്റ് കാർഡിൽ യു ഷുഡ് എൻഷുർ ദാറ്റ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം യു ക്യാൻ ഗോ ആൻഡ് റൈറ്റ് ദ ടെസ്റ്റ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് മാറ്റ് റിസൾട്ട് നമുക്ക് ഇതേ വെബ്സൈറ്റിൽ ബൈ March 3rd വീക്കോട് കൂടി നിങ്ങൾക്ക് റിസൾട്ട്സ് അവൈലബിൾ ആയിരിക്കും. സോ ദോസ് ആർ ക്വാളിഫൈഡ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, അതായത് ടെസ്റ്റ് സ്കോർ അവൈലബിൾ ആയിരിക്കും 3rd March തൊട്ടിട്ട്. ആ സ്കോർ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ബിഫോർ വി വൈൻഡ് അപ്പ് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ അബൌട്ട് ദി എൻട്രി കാറ്റ് ഗോൾഡ് ബാച്ച്. അപ്പോൾ നമുക്ക് എൻട്രിയിൽ കാറ്റിൻ്റെ ഒരു ഗോൾഡ് ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരു മാനേജ്മെൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും കാറ്റ് എക്സാമാണ്. അപ്പോൾ ഈ കാറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് തൊട്ട് പഠിക്കുന്നതുകൊണ്ട്, ലൈക്ക് വെൻ യു സ്റ്റാർട്ട് ഫ്രം ബേസ്, ഇതിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ഇപ്പോൾ കാറ്റിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷേ മാറ്റിന് ചോദിക്കുന്ന എക്സാക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല കാറ്റിന് ചോദിക്കുന്നത് എന്ന് കരുതി നമ്മൾ കാറ്റിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കാറ്റ് ഗോൾഡ് ബാച്ചിൽ നമ്മൾ തരുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെൻറ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിസ്റ്റൻസസ്, നമ്പർ സീരീസ്, സോ മുതലായ ടോപ്പിക്കിൽ നിന്നായിരിക്കും നമ്മൾ ഫണ്ടമെൻറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോവുക. അപ്പോൾ കാറ്റിൻ്റെ കേസിലാണെങ്കിൽ പലതരം പസിൽസും അതുപോലുള്ള ഗെയിംസ് ആൻഡ് ടൂർണമെൻറ്റ്സ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കുമല്ലോ നമുക്ക് കാറ്റിന് വരുന്നത്. പക്ഷേ അതിനകത്ത് നമുക്കൊരു ലോജിക്ക് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ലോജിക്, അതായത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിസ്റ്റൻസ്, സീരീസ്, ഇതിനകത്തെല്ലാം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ക്വാണ്ടിൻ്റെ കേസ് പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ആ ഒരു ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം.
ഈ ബേസിക്സ് കവർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള എൻട്രൻസ് എക്സാംസും, അതായത് ഇപ്പോൾ മാറ്റ് അല്ലെങ്കിൽ കെ മാറ്റ്, സി മാറ്റ്, ഈ പറയുന്ന എക്സാംസിലും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു MBA ഫ്രം ബെറ്റർ കോളേജ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് റൈറ്റ് CAT ആസ് വെൽ ആസ് അതർ മാനേജ്മെൻറ്റ് ആൻഡ് എൻട്രൻസ് എക്സാമിനേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു CAT ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസ് ഉണ്ടാവും. സോ അൺലൈക്ക് എ നോർമൽ ഓൺലൈൻ സെഷൻ വേർ നമ്മളൊരു റെക്കോർഡിംഗ് ക്ലാസ്സസ് മാത്രം കണ്ടുപോകുന്ന പോലെയല്ല, ഇവിടെ നമുക്കൊരു മെൻറ്ററിൻ്റെ അസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. സോ മെൻറ്റർ വിൽ ടെൽ യു വിച്ച് ഓൾ ക്ലാസ്സസ് യു വോണ്ട് ടു വാച്ച്. ആ ഒരു അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സെഷൻ്റെ അതേ ഫീലിംഗ് തന്നെ ഓൺലൈനിൽ വിത്ത് ദി ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രാവലിൻ്റെ ടൈം നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സസിൽ പോകുന്ന സമയത്ത് അതവിടെ ട്രാവലിൻ്റെ കേസസ് വരും, നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഈ ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് എന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സസിൻ്റെ എല്ലാ ബെനിഫിറ്റോടും കൂടി, അതായത് ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സസ് വിൽ ബി ഹാൻഡിൽ ബൈ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്. Plus, you will also get the access to the recorded lectures which you can watch later. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് കാണാം. പ്ലസ് ഒരു റിയൽ ടൈം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. സോ എനി മൊമെൻറ്റ് യു ഹാവ് എ ഡൗട്ട്, യു ക്യാൻ ഓൾവേസ് അപ്രോച്ച് ദ മെൻറ്റർ ആൻഡ് ത്രൂ മെൻറ്റർ യു വിൽ ബി കണക്റ്റഡ് വിത്ത് യുവർ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആൻഡ് യു ക്യാൻ ഗെറ്റ് എ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. പ്ലസ് നമുക്ക് ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ആസ് യൂഷ്വൽ നമുക്കറിയാം CATന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ലെക്ചർ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. സോ ക്ലാസ്സസിൻ്റെ ലെക്ചർ നോട്ട്സും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഈ ഒരു സെഷൻസിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദറ്റ് മോക്ക് ടെസ്റ്റ്. സോ ഓൺ ആൻ ആവറേജ് ഒരു CATൽ നല്ല സ്കോർ വാങ്ങുന്ന ഒരു കാൻഡിഡേറ്റ് ഓൺ ആൻ ആവറേജ് ഒരു 10 to 15 മോക്ക് ടെസ്റ്റുകളെങ്കിലും ഓൺ ആൻ ആവറേജ് അവൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് യു ഷുഡ് ഗെറ്റ് ആക്സസ് ടു ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് സോ ദാറ്റ് നമ്മൾ റിയൽ ടൈം എക്സാമിന് പോകുന്ന സമയത്ത്, അതിപ്പോൾ CAT ആണെങ്കിലും മാറ്റ് ആണെങ്കിലും എന്ത് എക്സാം ആണെങ്കിലും, ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഈ മോക്ക് ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇതുപോലെ വരുന്ന ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലസ് നമുക്ക് വരുന്നത് എക്സാം സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ് ആയിരിക്കും. അതായത് നമുക്ക് CATO അല്ലെങ്കിൽ ഏതൊരു MBA എൻട്രൻസ് എക്സാം എടുത്താലും ടൈം ഈസ് എ വെരി ക്രൂഷ്യൽ ഫാക്ടർ. അപ്പോൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്ത് എങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് വേയിൽ ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യാം മുതലായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പേർട്സിൻ്റെ ലൈവ് സ്ട്രാറ്റജി അതുപോലെ തന്നെ ടിപ്സ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദിസ് പെർട്ടിക്കുലർ CAT Gold Batch from Entry, you can find the details in the description. Okay, so I wish you all the best for your upcoming examinations. Those who are planning to do an MBA entrance examination and ultimately ഒരു MBA ഗ്രാജുവേറ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത്രയും നല്ല അവസരം നിങ്ങളുടെ മുമ്പിലില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എക്സാമുകളിലെല്ലാം രജിസ്ട്രേഷൻ നടത്തുക. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് എ എക്സ്പേർട്ട് mentoring and session, do register for Entry CAT Gold Batch. Thank you.